എന്നാ സിസ്റ്റർ, എന്നാ ഈ നേരത്ത്? എനിക്ക് സ്ഥലം മാറ്റാ. പോണേന് മുമ്പ് അച്ഛനെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. കണ്ടിട്ട് പോയാൽ മതിയെന്ന് കപ്പിയാരും പറഞ്ഞു. സിസ്റ്റർ വാ. സ്നേഹാലയത്തിൽ ഇപ്പോൾ താമസിക്കുന്നവരും മരിച്ചുപോയവരുമായ അനാഥരുടെ ശരിയായ പേര് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളുമാണ്. ഇന്നിവിടുന്ന് പോയാൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്കത് തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതാ ഇത്ര വൈകിട്ടും കാത്തു നിന്നത്. ഞാൻ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാവുന്ന വാക്കും തന്നിട്ടുണ്ട്. എങ്ങോട്ടാ സ്ഥലം മാറ്റം? കാഞ്ഞിരപ്പള്ളിക്ക്. പോകുന്നതിന് മുമ്പ് വീട് വരെ ഒന്ന് പോയിട്ട് വരായിരുന്നില്ലേ? എന്തു പറ്റി സിസ്റ്റർ? എൻ്റെ വീടും വീട്ടുകാരും ഒക്കെ ഗവൺമെന്റ് തന്നെയാ. സ്വന്തക്കാരൊക്കെ? ചാച്ചനും അമ്മച്ചിക്കും ഞാൻ ഒറ്റ മോളായിരുന്നു. ജീപ്പ് ഡ്രൈവറായിരുന്നു ചാച്ചൻ മുണ്ടക്കയത്ത്. എന്നെ സ്കൂളിൽ ചേർക്കാൻ പുതിയ ഉടുപ്പും ബാഗും ഒക്കെ വാങ്ങാൻ ടൗണിൽ പോയതാ. രണ്ടുപേരും പിന്നെ മടങ്ങി വന്നില്ല. ജീപ്പ് മലവെള്ളത്തിലേക്ക് മറിയായിരുന്നു. ചെറിയമ്മയുടെ വീട്ടിലാ ഞാൻ വളർന്നത്. സ്കൂളിങ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാണ്ടായി. സ്വന്തം മകളെ പോലെ കരുതേണ്ട ചെറിയച്ഛൻ ഒടുവിൽ ഇടവക വികാരിയാ കോൺവെന്റിൽ എത്തിച്ചത്. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയുണ്ട് സിസ്റ്റർ. ഇനിയിപ്പോൾ നേരത്തെ ബസ്സൊന്നും കിട്ടിയാല. ഇന്നൊരു ദിവസം കപ്പയുടെ വീട്ടിൽ തങ്ങിട്ട് നാളെ കാലത്തെ പോവാം. ഞാൻ പറയാം. സിസ്റ്റർ വാ. അച്ചോ, അപ്പൊ ഇതാണല്ലയോ പാതിരാ കുറവാന? ഇപ്പൊ എല്ലാരും കണ്ടില്ലയോ ഉണ്ണിയാളച്ഛന്റെ തനി കോണം? ഇങ്ങോട്ട് ഇറങ്ങി നില്ലടാ, ഇടവക വിശ്വാസികൾ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ. ഇത് വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സത്യം എന്താണെന്ന് വെച്ചാൽ കൊള്ളരുതായ്മകള് മുഴുവൻ കാണിച്ചതും പോരാ, ഇനിയും താൻ പറയുന്നത് ഞങ്ങളങ്ങ് വിശ്വസിക്കണം ഇല്ലയോ? അടിച്ചു കൊല്ലടാ ഇവനെ. ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ട്രാൻസ്ഫർ ഒന്ന് പറഞ്ഞയച്ചത്. സിസ്റ്റർ പിന്നെ എന്തിനാ രാത്രിയോടെ പോയത്? ഇത് പക്ഷേ ഇപ്പോ എന്റെ തീരുമാനമല്ല, ഔദ്യോഗികമായി അറിയിപ്പ് വന്നു. സോഫി ഇപ്പോ മഠത്തിന് പുറത്താ. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാലും സമൂഹത്തിന്റെയും വിശ്വാസികളുടെയും എതിർപ്പ് മറികടന്ന് സോഫിയെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുന്നു ഒരിക്കലെങ്കിലും സോഫി ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം കോൺഗ്രിഗേഷൻ ചുമക്കേണ്ട ബാധ്യതയുമില്ല. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആലോചിച്ചൊരു തീരുമാനം കൂടി എടുത്തോളൂ. സണ്ണി അച്ഛന് പറയാനുള്ളത് മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രൊമോട്ടേഴ്സ് ഓഫ് ജസ്റ്റിസ് സംസാരിക്കട്ടെ. സണ്ണി അച്ഛൻ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം സോഫി സിസ്റ്ററെ മഠത്തിൽ തിരിച്ചെടുക്കണമെന്നാണ്. ഇറ്റ്സ് നോട്ട് സച്ച് എ സില്ലി പേഴ്സണൽ ഇഷ്യൂ. ഇതൊരു സമൂഹത്തിന്റെ വിഷയമാണ്, സഭയുടെ പ്രശ്നമാണ്. പിതാവ് ഫോണിൽ സംസാരിച്ചത് ജുഡീഷ്യൽ വികാരം കേട്ടതല്ലേ? കോൺവെന്റിന്റെ നിയമങ്ങളും തീരുമാനങ്ങളും ബിഷപ്പിന്റെ അധികാരപരിധിയിൽ പെട്ടതല്ല. നമുക്കങ്ങനെ നിർബന്ധിക്കാനും കഴിയില്ല. പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്ത വിഷയമെന്ന നിലയിൽ ഇക്കാര്യത്തിൽ സോഫി സിസ്റ്ററിനെ മഠത്തിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന് അവരിങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ ബിഷപ്പിന് എന്ത് ചെയ്യാൻ കഴിയും? ഈസ് ഇറ്റ് മൈനർ ഇഷ്യൂ? അസമയത്തൊരു വൈദികന്റെ പള്ളിമേടയിൽ വെച്ച് ഇടവകാജനങ്ങൾ സാക്ഷി നിൽക്കെയാണ് വൈദികനും കന്യാസ്ത്രീയും അനാശാസ്യത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടത്. സണ്ണി അച്ഛൻ തെറ്റൊന്നും ചെയ്യില്ല. മറ്റാരെക്കാളും നന്നായി അതെനിക്കറിയാം. അങ്ങനെയല്ല പിതാവേ. സണ്ണി അച്ഛന്റെ താല്പര്യത്തിന് വഴങ്ങി സോഫി സിസ്റ്റർ മഠത്തിൽ തിരിച്ചെടുക്കാൻ നമ്മൾ പ്രഷർ ചെലുത്തിയാൽ മാധ്യമങ്ങൾ അതൊരു മേജർ ഇഷ്യൂ ആയി ആഘോഷിക്കും. ശരിതെറ്റുകളുടെ കണക്കെടുപ്പല്ല ഇവിടെ ആവശ്യം, പ്രായോഗികതയാണ്. രൂപതാ കൗൺസിലിന്റെ ശുപാർശ ഇതാണ്. സോഫി സിസ്റ്റർ ഇഷ്യൂ ഒരു പേഴ്സണൽ മാറ്ററായി സണ്ണിയച്ചൻ കാണേണ്ട കാര്യമില്ല. ഒരു വൈദികൻ എന്ന നിലയിൽ സണ്ണിയച്ചൻ സഭാസേവനം തുടരട്ടെ. ഇത് സഭയുടെ അഭിമാന പ്രശ്നമാണ്. സോഫി സിസ്റ്റർ, അവർക്ക് പോകാനൊരിടമില്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആ പെൺകുട്ടി നാളെ ആത്മഹത്യ ചെയ്താൽ അത് സഭയ്ക്ക് അഭിമാനമാവൂ? സോഫി സിസ്റ്റർ ഒരു വ്യക്തിയാണ്. വ്യക്തിയേക്കാൾ വലുതാണ് സമൂഹം, സഭ. കൂടെയുള്ള 99 കുഞ്ഞാടുകളെ ഉപേക്ഷിച്ച് കാണാതായ ഒന്നിനെ തേടിപ്പോയ നല്ല ഇടയന്റെ ഉപമ പഠിപ്പിക്കുന്നതും സഭ തന്നെയല്ലേ? എങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്കതിന് കഴിയില്ല. അനാഥമാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കണ്ടില്ല എന്ന് നടിച്ച് ഇനിയും ഞാൻ ഈ വിശുദ്ധ വസ്ത്രമണിഞ്ഞാൽ അതെനിക്കൊരു ഭാരമായിരിക്കും. എൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ വിലാപങ്ങൾക്ക് മീതെ ഞാൻ 1000 വിശുദ്ധ ബലികൾ അർപ്പിച്ചാലും അതിൽ വിശുദ്ധി ഉണ്ടാവില്ല. ഇത് സഭയുടെ തെറ്റല്ല, എൻ്റെ മാത്രം ക്രൂസിഫിക്കേഷനാണ്. എൻ്റെ മുന്നിൽ വേറെ വഴികളില്ല. മാനുഷികതയുടെ പേരിൽ ഞാൻ അവളെ സംരക്ഷിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്ന തിരുവസ്ത്രം എന്റെ പ്രാണനേക്കാൾ ഞാൻ സ്നേഹിച്ചിരുന്നതുപോലെ.
ഞാൻ ചെയ്യുന്നത് പാപമാണെങ്കിൽ അങ്ങനോട് പൊറുക്കണം. അനന്തരം പീലാത്തോസ് വെള്ളമെടുത്ത് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു?